നിങ്ങൾ രാത്രി നല്ല വെളിച്ചമുള്ള റോഡിൽ വാഹനമോടിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഉപയോഗിക്കുക, നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക, ഹസാർഡ്സ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് മാത്രം ഉപയോഗിക്കുക. ആൻസർ: നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. രാത്രിയിൽ മറ്റ് വാഹനങ്ങൾക്ക് തൊട്ടു പിന്നിലായ റോഡിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റ് എങ്ങനെ ആയിരിക്കണം? ഹസാർഡ്സ് വാർണിംഗ് ലൈറ്റ്, ലോ ബീം ഹെഡ്ലൈറ്റ്, ഹൈ ബീം ഹെഡ്ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുക. ആൻസർ: ലോ ബീം ഹെഡ്ലൈറ്റ്. നിങ്ങളുടെ വാഹനം ഒരു ചെറിയ പാലത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓവർടേക്ക് ചെയ്യരുത്, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക, ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, പാലം വേഗത്തിൽ കടന്നു പോകാൻ വാഹനം കഴിയുന്നത്ര വേഗത്തിൽ ഓടിക്കുക. ആൻസർ: ഓവർടേക്ക് ചെയ്യരുത്. ഒരു പ്രധാന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റോഡിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുക, നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക, ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, വേഗത കൂട്ടി കടന്നു പോകുക. ആൻസർ: നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക. നിങ്ങൾ ഒരു യു ടേൺ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻഡിക്കേറ്റർ ഇട്ട് ന്യൂട്രൽ ഗിയർ തിരഞ്ഞെടുക്കുക, വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക, റിയർ വ്യൂ മിറർ നോക്കുക, പതുക്കെ തിരിക്കുക, സിഗ്നൽ ചുവപ്പായി മാറുന്നതിനായി കാത്തിരിക്കുക, ഗിയർ ഡൗൺ ചെയ്ത് വലത്തേക്ക് തിരിയുക. ആൻസർ: വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക, റിയർ വ്യൂ മിറർ നോക്കുക, പതുക്കെ തിരിക്കുക. നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത്? റോഡിൻ്റെ മധ്യത്തിൽ, റോഡിൻ്റെ ഏത് ഭാഗത്തും, റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ, ഏറ്റവും ഇടതുവശത്തെ വരിയിൽ. ആൻസർ: ഏറ്റവും ഇടതുവശത്തെ വരിയിൽ. നിങ്ങളുടെ വാഹനം പുറകിലേക്ക് ഓടിക്കാൻ പാടില്ലാത്തത്: തിരക്കേറിയ റോഡിൽ, ഒരു വൺ വേ റോഡിൽ, ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക്, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവ എല്ലാം. ഒരു സിഗ്നലിൽ രണ്ട് വരിയായി വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നിടത്ത് പിന്നിൽ നിന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? മുഴുവൻ വാഹനവും കടന്ന് അവരുടെ മുന്നിൽ നിർത്തുക, ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക, റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ. നിങ്ങൾ മറ്റ് ഡ്രൈവർമാരെ പിന്തുടരണം. ആൻസർ: ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക. വാഹനമോടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയോ അനുഭവപ്പെട്ടാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വേഗത്തിലെത്താൻ വേഗത കൂട്ടുക, ഫോൺ ചെയ്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ആൻസർ വരുന്നത് വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക. നിങ്ങൾ ഒരു കാർ ഓടിക്കുമ്പോൾ അസുഖം തോന്നുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക, വിൻഡോകൾ തുറന്നിട്ട് യാത്ര തുടരുക, സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക, സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക, കഴിയുന്നതും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേഗത കൂട്ടുക. സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക, സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. ഒരു കയറ്റത്തിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വാഹനം ക്ലച്ചിൽ നിർത്തുക, വാഹനം ഫുട് ബ്രേക്കിൽ നിർത്തുക, വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക, വാഹനം ഗിയറിൽ മാത്രം ഇട്ട് പാർക്ക് ചെയ്യുക. ആൻസർ വരുന്നത് വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. 4 കൂടിയ ഒരു ജംഗ്ഷനിൽ മുന്നോട്ട് പോകുന്നതിന്, പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിന്, തിരക്കേറിയ ജംഗ്ഷനിൽ വാഹനം വേഗത്തിൽ ഓടിക്കാൻ, അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. ആൻസർ വരുന്നത് അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. പാർക്ക് ചെയ്ത ശേഷം വലതുവശത്തെ വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക, വേഗം വാതിൽ തുറന്ന് ഇറങ്ങുക, വിൻഡോ ഗ്ലാസ് തുറക്കണം, ഇടതുവശത്ത് കൂടി മാത്രം ഇറങ്ങുക, ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ ഇനി പറയുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? പിന്നിലേക്ക് ലോഡ് ചെയ്യുക, ലോഡ് എവിടെ വേണമെങ്കിലും കയറ്റാവുന്നതാണ്, വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക, മുൻഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ആൻസർ: വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ഉണങ്ങിയ മണൽ കയറ്റിക്കൊണ്ടുള്ള ടിപ്പർ വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്.
എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോഡ് ശരിയായി മൂടേണ്ടത്? കൈകാര്യം ചെയ്യുന്നത് ഫലപ്രദമാക്കുന്നതിന് നിങ്ങളുടെ പിൻവാർഡ് കാഴ്ച സജ്ജീകരിക്കാൻ, മറ്റു വഴി യാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ, വെള്ളം കയറുന്നത് തടയാൻ. ആൻസർ: മറ്റു വഴി യാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ. ഇടത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് പരിശോധിക്കേണ്ടത്? വലതുവശത്തെ റിയർ വ്യൂ മിറർ, ഇടതുവശത്തെ റിയർ വ്യൂ മിറർ, നിങ്ങളുടെ വലതു തോളിൽ കൂടി പിന്നിലേക്ക് നോക്കുക, അകത്തെ കണ്ണാടിയിൽ. ആൻസർ: ഇടതുവശത്തെ റിയർ വ്യൂ മിറർ. സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. അതിലെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? അമിത വേഗത, കോർണറിംഗ്, ബ്രേക്കിംഗ്, മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. ആൻസർ: മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. ഒരു നീണ്ട ട്രക്കിന് പിന്നിൽ ഓടിക്കുന്ന ഒരു മോട്ടോർ കാറിൻ്റെ ഡ്രൈവർ പാലിക്കേണ്ട അകലം എത്രയാണ്? സുരക്ഷിതമായ ദൂരം 2.5 മീറ്റർ, ട്രക്കിൻ്റെ പകുതിയോളം നീളം, ട്രക്കിൻ്റെ നീളം. ആൻസർ: സുരക്ഷിതമായ ദൂരം. കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഡേഷ് സൈഡിലൂടെ നടക്കണം. വലതുവശം, ഇടതുവശം, മധ്യത്തിലൂടെ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് വലതുവശം. നിർബന്ധിത അടയാളങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് ചുവപ്പ് നീല വൃത്തങ്ങൾ, ചുവന്ന ത്രികോണങ്ങൾ, നീല ദീർഘചതുരങ്ങൾ, മഞ്ഞ വൃത്തങ്ങൾ. ആൻസർ: ചുവപ്പ് നീല വൃത്തങ്ങൾ.